എൻ്റെ പേര് സിറാജുദ്ദീൻ. എജുതലീം എഡ്ടെക് അക്കാഡമി LLP കമ്പനിയിൽ സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എജുതലീമിൻ്റെ തുടക്കകാലം മുതൽ തന്നെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. എജുതലീമിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷട്ടർ റൂമിൽ നിന്ന് തുടങ്ങി ഇന്ന് അത് 10,000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന കൊച്ചിയിലും മഞ്ചേരിയിലുമായി പ്രവർത്തിച്ചിരുന്ന വലിയൊരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. എജുതലീമിൻ്റെ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ 2-3 പേരാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷനിൽ വരുന്ന എല്ലാ വർക്കുകളും അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ വരുന്ന എല്ലാ വർക്കുകളും ഞാൻ ഒറ്റക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ മാറി ഓരോ ഏരിയയിലും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായി മാറിയിട്ടുണ്ട്. അതായത് അക്കൗണ്ട്സ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, രജിസ്ട്രേഷൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് വേറെ, അക്കാഡമിക്സ് വേറെ, അതുപോലെ തന്നെ മീഡിയ വേറെ, ഇതെല്ലാം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായി മാറി. അതിൽ തന്നെ രജിസ്ട്രേഷനിൽ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ബോർഡിന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായി മാറിയിട്ടുണ്ട്. എജുതലീമിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അതിന് ഡെഡിക്കേറ്റഡ് ആയ ടീം തുടക്കം മുതൽ തന്നെ അന്നും ഇന്നും നമ്മുടെ കൂടെയുണ്ട്. 24 hours വർക്ക് ചെയ്യാൻ റെഡി ആയ ഒരു ടീം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. 21ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സാധാരണ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ ഒരു പുറം ലോകം അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും പരിചയമില്ലാത്ത ആളുകൾ നമ്മോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എജുതലീമിൻ്റെ പേരിൽ മാത്രമാണ്. കാരണം എജുതലീമിൻ്റെ പേരിൽ എജുതലീം വളരുന്നതോടൊപ്പം നമ്മളും ഒരു പടി വളരുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതുപോലെ തന്നെ നമ്മൾ 3 വർഷം കണ്ടിന്യൂസ് ആയി ഞാൻ എജുതലീമിൻ്റെ കൂടെ ഉണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു എംപ്ലോയി ആഗ്രഹിക്കുന്ന എന്താണ്, ഏറ്റവും സ്യൂട്ടബിളായ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. അത് തീർച്ചയായിട്ടും എജുതലീമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാണ് മാനേജ്മെൻറ്റിനോട് താങ്ക്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്കിന് ആനുപാതികമായി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ്മെൻറ്റ്സുകൾ, ബോണസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എനിക്കും കിട്ടിയിട്ടുണ്ട്, അതുപോലെ മറ്റുള്ള സ്റ്റാഫുകൾക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എജുതലീം 100ഓളം സ്റ്റാഫുകളുള്ള ഒരു വലിയ സ്ഥാപനമായി ഇന്ന് മാറിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒരു ഫീൽഡിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുറം ലോകം നമ്മളെ വിളിക്കും. അതായത് പുറത്തുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് ഓഫേഴ്സുകൾ വരും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫറുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുമ്പാവട്ടെ എനിക്ക് വലിയ ഓഫറുകൾ വന്ന ടൈമിലും ഞാനത് ചൂസ് ചെയ്യാതെ ഞാനത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് എന്തായിരുന്നു, ഇന്ന് അത് വലിയൊരു നഷ്ടമായേനെ. തീർച്ചയായും ഞാനത് തിരഞ്ഞെടുക്കാത്തതിൽ ഇന്ന് സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ എജുതലീമിൻ്റെ തുടക്കം മുതൽ കൂടെ നിന്ന് എജുതലീമിൻ്റെ ഈ ഒരു റാപ്പിഡ് ഗ്രോത്തിൽ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഇന്നും എജുതലീമിൽ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വർക്കുകൾ മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. കമ്പനിയിൽ തിരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വളർച്ചയിലെത്തിയ എജുതലീം ഇനിയും ഭാവി മുന്നോട്ട് വലിയൊരു പ്ലാനുകളിലൂടെയാണ് എജുതലീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ വളർച്ചയിൽ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്.